അപ്പൊ നമുക്ക് പഴയതിന്റെ കൂട്ട് അല്ലേ ഒരു സംസാരം തുറന്ന് സംസാരിക്കാം. പക്ഷെ നമുക്ക് വിഷയം ഇപ്രാവശ്യം തുറന്നങ്ങനെ സംസാരിക്കില്ല അല്ലേ. നമുക്ക് ഇപ്പോഴത്തെ ആദ്യം നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഫിനാൻസ്, സമ്പത്തിനെ കുറിച്ച്, കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സത്യം തുടങ്ങിക്കോ. ഞാനാണ് തുടങ്ങുന്നത്. എന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ വീട്, നമ്മളെല്ലാം നമ്മുടെ വീടിനെ ബേസ് ചെയ്താണല്ലോ പറയുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി എന്താണ് നിന്നെ വെച്ച് നോക്കുവാണെങ്കിൽ? ഒരു ഗൃഹനാഥൻ എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ, അല്ല ഞാനല്ലല്ലോ, അച്ഛനല്ലേ, ഓഫ് കോഴ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഗൃഹനാഥൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കടങ്ങൾ കൊടുക്കാനുള്ളതുകൊണ്ട്. പിന്നെ മെയിനായിട്ട് തോന്നിയിട്ടുള്ള പണ്ടൊക്കെ അച്ഛൻ ഈ പരിപാടികൾക്കൊക്കെ പോകുമ്പോഴൊന്നും പൈസയൊന്നും വാങ്ങാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം മാറിയത് അച്ഛൻ്റെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഇതായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത് എൻക്യാഷ് ചെയ്യാൻ പറ്റാതെ പോയി എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ പിന്നെ വലിയ തോതിലൊരു സേവിങ്സ് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറിയത്തില്ലേ? ഞാനല്ലേ ഇവിടെ പറയുന്നത്, എനിക്ക് രഹസ്യങ്ങളൊന്നും വീട്ടിലില്ലല്ലോ. വലിയ തോതിൽ സേവിങ്സ് ഇല്ല നമുക്ക്. അപ്പം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഒരു ഗൃഹനാഥന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഭയങ്കര സ്റ്റേബിൾ ആണല്ലോ അല്ലേ? ഭയങ്കര സ്റ്റേബിൾ ഒന്നുമല്ല. 25 ഇയേഴ്സിൽ കുറച്ച് ഉണ്ട്, പക്ഷെ ഇനിയും ഉണ്ടല്ലോ കുറെ. പക്ഷെ കുറച്ച് സ്റ്റേബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ സ്റ്റേബിൾ ആകാൻ കാരണം എന്തുവാ തന്നെ പറയാം. എന്താണ് കാരണം പണ്ട് മുതലേ ഇപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫീസ്, ഇപ്പം അച്ഛനാണ് ഫീസ് തന്നെങ്കിൽ പോലും എൻ്റെ അഭിരാമിയുടെയും ഞങ്ങളാണ് ഹാൻഡിൽ ചെയ്തത്. പൈസ കാര്യങ്ങളും അക്കാഡമിക്സിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും അത് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെ അനാവശ്യമായിട്ട് ചിലവ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോഴാണെങ്കിൽ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം വേസും അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയും അറിവുള്ള ഒരു ആൾ, ഇത്രയും ഒരു ടോർച്ച് പോലെ ഞങ്ങൾക്ക് ഓരോ ഗൈഡൻസ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് എല്ലാം പറഞ്ഞ ഒരാൾ എന്തുകൊണ്ടാണൊരു അങ്ങനൊരു അൺസ്റ്റെബിലിറ്റിയിലേക്ക് പോയത് എന്നാണ് എനിക്കൊരു ഇത് തോന്നിയത്. സത്യ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു വഴിയെ പോകുന്ന സമയത്ത് അവിടെ ഒരു കല്ല് കിടപ്പുണ്ട്, തട്ടി വീഴാം. ആ കല്ല് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് വഴിമാറിപ്പോവാം. ഇത് ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ പറ്റുന്ന പല അബദ്ധങ്ങളും ഞാൻ പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ഒന്നിൽ നമ്മളെ സാഹചര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം മാറുക. എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ അത് എൻ്റെ കുറ്റമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്തായാലും എനിക്ക് പറ്റിപ്പോയി, എനിക്ക് പലതും തിരുത്താൻ പറ്റില്ല. ഞാൻ ഇനി വീണ്ടും ഒരു കുട്ടിക്കാലത്തേക്ക് പോയിട്ട് ഫിനാൻഷ്യലി ഒരു സ്റ്റേബിളായ ഒരു കുറേ ലെസൺസ് ഞാൻ പഠിക്കുക ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് കുട്ടികളാവുന്ന സമയത്ത് അവരിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ തുടക്കകാലത്ത് എല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് ഒരു വലിയൊരു സിംഗറാകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ സിംഗറാക്കും. ഞാൻ വലിയൊരു ബിസിനസ് മാൻ ആകാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ മകനെ ബിസിനസ് മാനാക്കും. എനിക്ക് ഊട്ടി വലിയ ഇൻ്റർനാഷണൽ സ്കൂളിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഞാൻ പഠിപ്പിക്കും. അതൊന്നും അല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഒരു പേരൻ്റായി ഒരു മുതിർന്ന നിൽക്കുന്ന സമയത്ത് എന്താണ് നമ്മളൊന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം. എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്? ഞാൻ ഫിനാൻഷ്യലി സെക്യൂർ സൗണ്ടാണോ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഞാൻ സൗണ്ടാണോ, അല്ലെങ്കിൽ സന്തോഷപരമായിട്ട് സൗണ്ടാണോ, എൻ്റെ മാനസിക ശാരീരിക ആരോഗ്യങ്ങളെല്ലാം സ്റ്റേബിൾ ആണോ ചിന്തിക്കുന്ന സമയത്ത് ചില മനുഷ്യർക്ക് പൂർണ്ണമായിട്ടൊന്നും ആയിരിക്കില്ല. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ച സമയത്ത് ഞാൻ ഫിനാൻഷ്യലി വീക്കാകാനുള്ള കുറേ കാരണങ്ങളുണ്ട്. എനിക്കത് ഇനിയും അവിടെ പോയി തിരുത്താൻ പറ്റില്ല, പക്ഷേ എനിക്ക് നിങ്ങളിൽ തുടങ്ങാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം, നിങ്ങളെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒരു മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ ഫൈനാൻസ് മാനേജ്മെൻറ്റ് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ഒരു പൈസ പോലും ഒരു ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളുടെ ചിലവുകളെല്ലാം നിങ്ങൾ തന്നെ നോക്കണമെന്ന് കരുതി ഒരു യങ് ചാമ്പ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൽ തുടങ്ങിയിട്ട് എല്ലാ പൈസകളും അതിലേക്ക് ഇട്ടു. നിനക്ക് വേണ്ട പൈസകളെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ നീ ആയിരുന്നു ഫീസ് കൊടുത്തതും ബുക്ക് വാങ്ങിയതും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ആദ്യം വലിയ ബുദ്ധിമുട്ടായി. എല്ലാ പേരൻസും മക്കളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നോക്കി. അത് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് നിനക്കൊരു ജോലി കിട്ടിയപ്പോൾ നീ തന്നെ ഇപ്പോൾ അഭിമാനത്തോട് പറയുന്നുണ്ട്, ഞാൻ ഫിനാൻഷ്യലി സെക്യൂർഡാണ്, സ്റ്റേബിളാണ് എന്ന് പറയുന്നത് ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ എനിക്കിത് പിന്നീട് മനസ്സിലായി, ഞാനും അങ്ങനെ ആവണം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഫിനാൻഷ്യൽ ബാധ്യത വരുമ്പോൾ നമുക്കതിൽ നിന്ന് കരകയറാൻ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു ഗ്രാജുവലി അതിൽ നിന്ന് കരകയറി ഇപ്പം ഏകദേശം ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഈ ബാധ്യതകളൊന്നും പാടില്ല, അല്ലേ? അതെ ഏറ്റവും ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പം അന്നച്ഛൻ പൈസ തന്നില്ലായിരുന്നെങ്കിൽ, മീൻസ് പൈസ എന്ന് പറയുന്ന ഒരു വലിയൊരു സാധനം ഒന്ന് മനസ്സിലാക്കി ഇരുന്നേനെ. അപ്പം മാനേജ് ചെയ്യാൻ എനിക്ക് അറിയാതെ പോയാൽ. ഇപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഫസ്റ്റ്
സാലറി എന്ന് പറഞ്ഞൊരു വലിയൊരു എമൗണ്ട് ആണ്. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നിനക്ക് ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ നിന്റെ പ്രായത്തെ സംബന്ധിച്ച് പെട്ടെന്ന് ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആയതാണ്. അപ്പോൾ നീ ഒരു ഹ്യൂജ് എമൗണ്ട് കൈ കിട്ടിയപ്പോൾ നീ പറഞ്ഞ് നമുക്ക് അടിച്ചു പൊളിക്കാം, നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, പാർട്ടിക്ക് പോവാം, അല്ല പാർട്ടി ചെലവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്താണ് ഞാൻ നിന്നോട് പറഞ്ഞത്? അച്ഛൻ പറഞ്ഞത് അത് അവിടെ കിടക്കട്ടെ, ആദ്യം ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങൂ, സെപ്പറേറ്റ് കുറച്ച് പൈസ മാറ്റിയിട്ടു, അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. അതായത് ഇന്ന പൈസ ഇത്ര ശതമാനം വീട്ടിലേക്ക്, ഇത്ര ശതമാനം ലൈക്ക് സേവിങ്സ് ആയിട്ട് ഇടുക, ഇത്ര ശതമാനം പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ പൈസയെ ഫ്രാഗ്മെന്റ് ചെയ്യാൻ അച്ഛൻ പഠിപ്പിച്ചു. ലൈക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം കുറേ പേര് പറയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റിലും അപ്പുറം നമുക്ക് ആ കിട്ടുന്ന ആ ഒരു പൈസയെ കറക്റ്റായിട്ട് വീതിച്ചിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കടം ഒരാളുടെ ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും പൈസ തീർന്നു, പക്ഷെ എനിക്ക് എൻ്റെ ഫണ്ട് ബാക്കിയുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എമർജൻസി ഫണ്ട് ഉണ്ട്, ഇതെല്ലാം. ഇടയ്ക്കിടയ്ക്ക് നീ ചോദിക്കാൻ അച്ഛാ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, വേണോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ അതും ഞാനൊരു പോയിന്റ് പറയാം. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചതാണ്. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എനിക്ക് പലരും തരാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത പൈസ തരാനുണ്ടായിരിക്കും. എനിക്ക് ചോദിക്കാൻ മടിയാണ്. അത് അവരെന്ത് വിചാരിക്കും, അവർ പൈസയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതുമ്പോൾ ഞാൻ പല സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എനിക്ക് ഇത്ര പൈസ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കടം മേടിച്ച കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയിൽ നിന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് പൈസ കടം മേടിച്ചപ്പോൾ എനിക്ക് അവരിൽ നിന്ന് കിട്ടിയ ഇമ്പാക്റ്റ് വലിയ കാര്യമാണ്. കാരണം നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ പല രീതിയിലും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ സൗജന്യം എവിടെയൊക്കെ വാങ്ങുന്നു അത് പിന്നീട് വലിയൊരു എന്താ പറയുക ആറ്റം ബോംബായിട്ട് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും, ബൗൺസ് ബാക്ക് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് ഞാൻ നിന്നോട് പലപ്പോഴും പറയണമെന്ന് കരുതിയാണ്. കാരണം നമ്മൾ ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് സൗജന്യമായിട്ട് തരുമ്പോൾ നിന്നിൽ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അത്. ചുമ്മാ അത് റോഡേ പോകുന്ന ഒരാൾക്ക് വിളിച്ച് സൗജന്യം തരും. അപ്പം എനിക്ക് പറ്റിയ വലിയൊരു പാളിച്ചയായിരുന്നു അത്. ഈ സൗജന്യം വാങ്ങി ഒരുപാട് ദുരന്തങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞത് നമുക്ക് എത്ര പൈസ കിട്ടിയാലും നമ്മൾ അനാവശ്യമായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനും പാടില്ല, നമ്മൾ ആരിൽ നിന്ന് അധികം പ്രതീക്ഷിക്കാനും പാടില്ല. ആവശ്യക്കാരന് പൈസ കൊടുക്കണം. നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ട് ശത്രുതയിലേക്ക് പോകും. ഞാനത് അനുഭവിച്ചതാണ്. ഒരാടെ നിന്ന് പൈസ വാങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക അർഹതയില്ലാത്ത പൈസ അല്ല വാങ്ങേണ്ടത്. നമ്മൾ ചെയ്ത ജോലിക്ക് നമ്മൾ പൈസ വാങ്ങണം. ഒരു ബസ്സിൽ യാത്രയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെ വിളിച്ചാലും നമുക്കൊരു പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ അതേ രീതി ചിന്തിച്ചാൽ മതി. ഇപ്പം ഒരാളോട് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്ത് കൊടുത്ത സമയത്ത് എൻ്റെ സമയവും എൻ്റെ കഴിവുകളും വിലയുള്ളതാണ്, നമ്മളത് കൊടുക്കണം. വലിയ അപകടം, പലർക്കും അത് പറ്റുന്ന ഒരു കാര്യമാണ്. പഴയ സിനിമാ നടന്മാരും ഒരുപാട് പേര് സാമ്പത്തികം ഇല്ലാതായി പോകുന്നത് അവരെ മാർക്കറ്റ് ചെയ്യാനും സാമ്പത്തിക സുരക്ഷ അറിയാൻ മേലാഞ്ഞിട്ടുമാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ അന്ന് കടം കയറിയ സമയമില്ലായിരുന്നു, നമ്മളെ വണ്ടിയിലേക്ക് വിറ്റു. ആ സമയത്ത് അച്ഛൻ നമ്മൾ സ്കൂട്ടറിലാണ് അച്ഛനെന്ന് പോയി സാധനങ്ങളൊക്കെ എടുത്ത് ഓർക്കുന്നത് ഭയങ്കര ഇതായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഒരു ലൈക്ക് ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫോം ആയി അതിൽ നിന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അത്രയും ഒരു കോൺഫിഡൻസ് കാണുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലാണ് സൂയിസൈഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും വരുന്നത്. അപ്പോൾ അതെന്തോ ലൈക്ക് അച്ഛന് തോന്നുന്നത്. കാരണം ലൈക്ക് നമ്മുടെ ഈ വീഡിയോയുടെ കോൺസെപ്റ്റിനെ ഫൈനാൻസ് നമ്മുടെ ഫാമിലിയുടെ ഒരു പില്ലറായത് എങ്ങനെയാണെന്നല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇത് നോക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ അന്ന് ആദ്യം ചെയ്ത് എന്താണ്, നമ്മള് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി. അത് നമ്മൾ വീഡിയോ ഇട്ടതാണ്. നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ടായിരിക്കും. ഞാൻ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. ഇപ്പോൾ ഒരു കാറിന്റെ ലോൺ എടുത്തിട്ട് ബുദ്ധിമുട്ട് ഒരുപാട് പേർക്ക് അത് പറ്റുമെന്ന് ഇവിടെ പറ്റണം. കാരണം നമ്മൾ മറ്റുള്ളവർ നമ്മളെ എന്ത് കരുതുമെന്ന് ജീവിക്കുന്നിടത്താണ് പ്രശ്നം. പലരും ഒരുങ്ങി ടിപ്പ് ടോപ്പിൽ നടക്കുകയും അല്ലെങ്കിൽ വലിയ കാറിൽ നടക്കുകയും ചെയ്യുമ്പോഴും ഒരു ഭയങ്കര സാമ്പത്തിക ബാധ്യത അവർക്കുണ്ടായിരിക്കും. അവരെന്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ജീവിക്കും. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നിങ്ങളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചേ. ആൾക്കാരെ പ്രീതിപ്പെടുത്തി അവരുടെ മനസ്സിനെ സൂപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തിനാണ് സ്വയം ദുഃഖം ഏറ്റെടുക്കുന്നത്? അപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വെച്ചാൽ കംഫർട്ട് സോണിൽ ഞാൻ പുറത്തിറങ്ങും. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യപാനം എനിക്ക് സുഖം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വേണ്ടെന്ന് വെക്കും, നമ്മുടെ കംഫർട്ട് സോൺ വേണ്ടെന്ന് വെക്കും. അങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ബാധ്യതയിൽ നിന്നും നമ്മൾ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ കരകയറിയതാണ്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് അങ്ങനെ ആയെന്നല്ല, പക്ഷെ എന്നാലും ഒരു സ്റ്റേബിളായി കുറച്ചുകൂടെ അപ്പായി. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ഗ്രാഫ് എടുക്കുമ്പോൾ നമ്മൾ അപ്പായി പോവാണ്, അല്ലേ? അതാണ് ഒരു കുടുംബത്തിന്റെ. ഒരുപക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മളങ്ങ് ഭയങ്കര ഡോണ്ടായി പോയിരുന്ന മുങ്ങി ചത്തിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പ്രശ്നങ്ങൾ നമ്മളെ എംപവർ ചെയ്യണം, അല്ലേ? ആ പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു ശ്രമമാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. നമ്മളെന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മളെന്തിനാണ് വീഡിയോ ഇടുന്നത്? നമ്മുടെ തുറപ്പം നീ തന്നെ എന്നോട് ചോദിച്ചു, അച്ഛന് അസ് എ കുടുംബനാഥൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലല്ലോ എന്ന് പറയുമ്പം നമ്മളത് ആൾക്കാർ എന്തറിയുമെന്ന് കരുതിയില്ലല്ലോ. നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു പാഠമാകണം. നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കുഴിമാടത്തിൽ പൂക്കൾ വിരിഞ്ഞിട്ട് ആ പൂക്കൾ കണ്ട് ആസ്വദിക്കാൻ ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം രസകരമാകത്തുള്ളൂ, അല്ലേ? അപ്പം അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ നിൽക്കുക എന്നുള്ളതല്ല. റെസ്റ്റ് ഓഫ് ലൈഫ് എന്താണ്?
നമ്മളത് ആഗ്രഹിച്ച രീതിയിലേക്ക് ഫിനാൻഷ്യലി സൗണ്ട് ആകുക. ഇപ്പം നിങ്ങളുടെ വിവാഹം വരുന്ന ഒരു സമയത്ത് ആസ് എ പേരന്റ് ഞാനിപ്പം കൺസേൺ ആണ് അക്കാര്യത്തിൽ. സ്ത്രീധനം തന്നയക്കാനോ സ്ത്രീധനം വാങ്ങാനോ അല്ല, നിങ്ങൾക്ക് എൻ്റെ ചിന്താഗതി ആയിരിക്കില്ല. അത് ഗംഭീരമായിട്ട് 10 പേരെ വിളിച്ചു വരുത്തി ഒരു കല്യാണമൊക്കെ അഭിനയിക്കുന്നുണ്ടത് പിന്നെ എന്നൊക്കെ പറയും നീ. അപ്പൊ അത് ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി കുറച്ച് സമ്പത്ത് കണ്ടെത്തണം, എനിക്ക് മോഷ്ടിക്കാൻ പറ്റില്ല, ഇനിയും കടം വാങ്ങാൻ പറ്റില്ല, എന്നിട്ട് എന്റെ കഴിവുകളെ നമ്മൾ എൻകാഷ് ചെയ്യണം അല്ലേ. ജീവിതം ഇതാണ് അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. കാരണം ഓരോ ദിവസം കഴിയും തോറും ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക്. ഇപ്പൊ കുറെ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതെ, ഒരു കാര്യം മാത്രം നിന്റെ കാര്യത്തിലുള്ളത്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് പോയ സമയത്ത് സത്യ ഭയങ്കരമായിട്ട് പിശുക്കിലാണ്. പൈസ ദൂർത്തടിക്കുന്നത് പോലെ തന്നെ ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ് പൈസ പിശുക്കുന്നതും അനാവശ്യമായിട്ട് പിശുക്കുന്നതും. ഇതൊരു മെറ്റീരിയലാണ് സമ്പത്തെന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്താലേ ഇതിനൊരു വളർച്ച ഉണ്ടാകത്തുള്ളൂ. അനാവശ്യമായിട്ട് ചിലവാക്കുന്നുള്ളതല്ല. നിനക്ക് കിട്ടുന്നൊരു വരുമാനത്തിന്റെ ഒരു നീ സേവ് ചെയ്യുന്നുണ്ടല്ലേ, കുറച്ച് സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു അസറ്റാണ്. ബാക്കി നിനക്ക് ചിലവാക്കാനുള്ളതാണ്. നിന്റെ കയ്യിരിക്കുന്ന പൈസ മറ്റൊരാൾക്ക് പോയാലേ അവർക്ക് പൈസ ഗുണമുള്ളൂ. 100 രൂപ കിട്ടുമ്പോൾ ഒരു കുറെ പൈസ നമ്മൾ സേവ് ചെയ്യണം. അത് നീ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പൈസ ഈ പിശുക്കുന്ന എനിക്ക് തോന്നുന്നു വരാൻ കാരണം തന്നെ ഈ ഒരു ഭയമാണ്. നമ്മുടെ ആ ഒരു അങ്ങനെ നമുക്ക് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി, ഫൈനാൻസിന്റെ ഇതുണ്ടായി, ലൈക്ക് ആ കാറിന്റെ നമുക്ക് അന്നത്തെ ഇൻസിഡൻസ് ഒക്കെ ഇല്ല, അത് ഒരു ഫാക്ടറാണ്. കാരണം അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല. കാരണം അതിൽ നിന്ന് നമ്മൾ വലിയ പാഠം ഉൾക്കൊണ്ട് നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും സംഭവിക്കില്ല. ഇറ്റ്സ് ഹാപ്പൻഡ്, ഈസ് ഓൾവേസ് ഹാപ്പൻഡ്. നമുക്ക് അതിനെ തിരുത്താൻ പറ്റില്ല. ഇനി വരാൻ പോകുന്നതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോവാം. അപ്പം ഈ ഒരു വീഡിയോ ഇപ്പം ഞങ്ങൾ അടുത്തൊരു ആരോഗ്യം എന്നൊരു സംഭവത്തിലേക്ക് കിടക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ഈ ഒരു സാമ്പത്തിക ഭദ്രത ഒരു കുടുംബത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് എല്ലാവരും ജനിച്ചു വരുമ്പോഴും അല്ലെങ്കിൽ കൈ നിറച്ച് പൈസ എടുത്തുകൊണ്ട് വരുമ്പോഴും സാമ്പത്തികമായിട്ട് ചിലപ്പോൾ തകർന്നു പോകും. ചിലർ ഒരുപാട് കയറിപ്പോവും. പക്ഷെ തകർന്നു പോയി എന്ന് കരുതി കുടുംബത്തെ കൈവിട്ടിട്ട് അത് ഒളിച്ചോട്ടോ ഒന്നുമല്ല വേണ്ടത്. അതിനെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് അല്ലേ. നേരിട്ടിട്ട് അതിനെ കരകയറുക, അതിനൊരു കുടുംബത്തെ മുഴുവൻ ചേർത്ത് നിർത്തുക. അതിനകത്ത് ഓരോരുത്തരുടെയും പങ്കുണ്ട്. ഇവിടെ തന്നെ നിൻ്റെ അമ്മ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് അവർ ജീവിച്ച സ്ത്രീയാണ്. നിങ്ങൾ ഒരു കാര്യങ്ങൾ അനാവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് അല്ലേ, ഒരു പരിശ്രമമാണ് അതിൽ നിന്ന് കരകയറിയത്. എൻ്റെ മാത്രം ക്രെഡിറ്റ് ഒന്നുമല്ല. ഒരു ഗ്രഹനാഥൻ ഒരു കാര്യം പറയുമ്പോൾ അത് അനുസരിക്കാനും അത് നല്ലതാണെന്ന് കേൾക്കാനും ഒരു കൂട്ടം മറ്റ് ഫാമിലി മെമ്പേഴ്സ് ഉള്ളപ്പോഴാണ് ലൈഫ് സക്സസ് ആണ്. എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയാല് നമ്മൾ ജീവിതത്തെ പൈസ കൊണ്ട് മാത്രം അളക്കാൻ പാടില്ലേ. നമ്മൾ പൈസ ഒരു സമ്പത്ത് ഒരു കാര്യം മാത്രം പറഞ്ഞാണ്. ഇനി ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഇത് എപ്പോഴും ഡൗൺ ആവുമ്പോഴും അപ്പ് ആവുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് ലൈഫിനെ ബാലൻസ് ചെയ്താൽ മതി. ഒരുപാട് അണ്ടർലൈൻ ചെയ്യണം. മറ്റുള്ളവരെ എന്ത് കരുതുന്നതിൽ നമ്മൾ ജീവിക്കാൻ പോകരുത്. അടുത്ത നമ്മൾ വളരെ ബേണിംഗ് ആയിട്ടൊരു സബ്ജക്റ്റാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞ പോലെ. അസ് എ ഗ്രഹനാഥൻ ഞാൻ ഫിനാൻഷ്യലി അത്ര സൗണ്ട് ഒന്നുമല്ല. അതിൻ്റെ അർത്ഥം സൗണ്ട് ആകില്ല എന്നല്ല, അത് അടുത്തൊരു സ്റ്റെപ്പാണ്, നെക്സ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കും അത് ശ്രമിക്കാം. മക്കളെ സാമ്പത്തിക ഫ്രീഡം ഉണ്ടാക്കിയെടുക്കുകയാണ് മക്കളിൽ നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ.